श्री सद्गुरु चरणारविंदाभ्यां नमः। गुरु ब्रह्मा गुरु विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। सदा शिवसमारंभां शंकराचार्य मध्यमाम् अस्मदाचार्य पर्यन्तां वन्दे गुरु परंपरां। श्रुतिस्मृति पुराणानामालयं करुणालयं नमामि भगवत्पाद शंकरं लोकशंकरं। सर्वोपनिषदो गावो दोग्धा गोपालनंदनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। ഈ സമസ്ത ആചാര്യമണ്ഡലിക്ക് എൻ്റെ പ്രണാമം. അതുപോലെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ ആനന്ദമീമാംസ എന്ന തൈത്തിരീയ ഉപനിഷത്തിൽ വളരെ പ്രധാനമായി പരാമർശിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് നാം നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമായി സ്വീകരിച്ചത്. അതിൽ ആനന്ദത്തിൻ്റെ തോത്, ബ്രഹ്മാനന്ദം എന്ന് പറയുന്നതിനെ മനസ്സിലാക്കി തരാനായിട്ടുള്ള ഒരു ഗ്രഡേഷൻ നൽകുകയാണ്. അത് മനുഷ്യാനന്ദം, ഗന്ധർവാനന്ദം, ദേവഗന്ധർവാനന്ദം തുടങ്ങി പിതൃക്കളുടെ ആനന്ദം, കർമ്മദേവാനന്ദം, ആജാനജ ദേവാനന്ദം, ദേവാനന്ദം, ഇന്ദ്രാനന്ദം, ബൃഹസ്പതേരാനന്ദം, പ്രജാപതേരാനന്ദം എന്ന കണക്കിൽ ഒരു ഗ്രഡേഷൻ ഉപരിഭാഗങ്ങളിലേക്ക്, അതായത് ഉത്തരോത്തരം വർദ്ധിക്കുന്ന 100 മടങ്ങോടുകൂടി വർദ്ധിക്കുന്നതായ ആനന്ദത്തിൻ്റെ അനുഭവ വിഷയമാകുന്ന ആനന്ദത്തിൻ്റെ തോത് പറയുകയാണ്. ഇവിടെ ദേവഗന്ധർവന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ജാതിക്കാരാണ്. ചിരലോകലോകന്മാർ, വളരെ കാലം നിലനിൽക്കുന്ന ലോകത്തോട് കൂടിയവരെന്നാണ് പിതൃക്കളുടെ വിശേഷണം. ആജാനുജ ദേവന്മാർ എന്ന് പറഞ്ഞാൽ അവർ ദേവലോകത്തിൽ ജനിച്ചവരാണ്. സ്മാർത്ത കർമ്മങ്ങൾ കൊണ്ട് അവർ ദേവസ്ഥാനങ്ങളിൽ ജനിച്ച ദേവന്മാരാണെന്ന് അർത്ഥം കിട്ടുന്നു. അഗ്നിഹോത്രം മുതലായ കേവല വൈദിക കർമ്മങ്ങൾ അവയുടെ അനുഷ്ഠാനം കൊണ്ട് ദേവതത്വത്തെ പ്രാപിച്ചവരാണ് കർമ്മദേവന്മാർ. ഈ കർമ്മദേവന്മാർ എന്ന് പറയുന്നത് 33 പേരാണ്. 8 അഷ്ടവസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, ഇന്ദ്രൻ, പ്രജാപതി. എങ്ങനെ ഈ 33 പേരും യാഗയജ്ഞാദികളിലെ ഹവിർ ഭോക്താക്കളാണ്, ഹവിർ ഭാഗം സ്വീകരിക്കുന്നവരാണ്. ഈ ദേവന്മാരുടെ സ്വാമിയാണ് ഇന്ദ്രൻ. ഇന്ദ്രന്റെ ആചാര്യൻ ബൃഹസ്പതി. ത്രൈലോക്യത്തെ മുഴുവൻ ശരീരമാക്കിക്കൊണ്ടുള്ള ആ തത്വമാണ് പ്രജാപതി. അതായത് സമഷ്ടി രൂപനും സംസാരമണ്ഡല വ്യാപിയുമായിട്ടുള്ള ഹിരണ്യഗർഭനാണ്. അതാണ് ബ്രഹ്മാവ്. എന്നിട്ട് ആചാര്യൻ പറയുകയാണ്, എത്രയേതി ആനന്ദഭേദ ഏകതാം ഗച്ഛന്തി ധർമ്മശ്ച തന്നിമിത്ത ജ്ഞാനഞ്ച തദ് വിഷയം അകാമഹതത്വം ച നിരതിശയം യത്ര സ ഏഷ ഹിരണ്യഗർഭോ ബ്രഹ്മ. ഈ ബ്രഹ്മാവ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരു വ്യക്തിയാണല്ലോ. ബ്രഹ്മാവും ചതുർദശ ഭുവനാധിപത്യം, ചതുർദശ മന്വന്തരാധിപത്യമാണ് ബ്രഹ്മാവിന് ഉള്ളത്. ഇവിടെ ആ ബ്രഹ്മാവ് അനുഭവിക്കുന്നതായ ആനന്ദം, ഇവയെല്ലാം ഈ ഹിരണ്യഗർഭനിൽ ഒന്നായിത്തീരും. അതിന് കാരണമാകുന്നത് ധർമ്മവും അതിന് വിഷയീകരിക്കുന്ന ജ്ഞാനവും, അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഗുണം അകാമഹതത്വം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കാമഹതാഹ സർവേ വയം സർവേ കാമഹതാഹ. കാമം, ആഗ്രഹങ്ങൾ കൊണ്ട് എന്നും ഹതന്മാരായി എന്നും മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആഗ്രഹം പൂർത്തിയാകാതെയും, ആഗ്രഹം പൂർത്തിയായാൽ അത് മുഴുവനും അത് പൂർത്തിയായില്ല എന്നുള്ള ധാരണ കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും അത് അനുഭവിക്കണം എന്നുള്ള ആ ഒരു പുനഃപുനഃ അനുഭവിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയാ ശാഠ്യം കൊണ്ടും എല്ലാം കഴിയുന്നവരാണ് കാമഹതന്മാർ.
ഈ കാമഹതന്മാർ അല്ലാത്തവരാണ് അകാമഹതന്മാർ. മാത്രമല്ല ശ്രോത്രിയനായിരിക്കണം. അകാമഹതത്വം സർവതഃ പ്രത്യക്ഷം ഉപലഭ്യത. എവിടെയാണ് കാണുന്നത്? ഔരിജിനേന എന്ന്. ഹിരണ്യഗർഭൻ ഈ ശ്രോത്രിയൻ, അതായത് പരമാനന്ദ പ്രാപ്തിക്കുള്ള സാധനങ്ങളാണ് ഇവ മൂന്നും. അപാപത്വം, അതാണ് ഔവൃജിനത്വം എന്ന് പറയുന്നത്. അപാപത്വം, പാപരാഹിത്യം, പാപം അല്പം പോലും ഉണ്ടാകരുത്. പിന്നെയോ ശ്രോത്രിയനുമായിരിക്കണം. അപ്പോ ഇവ മൂന്നും, ശ്രോത്രിയത്വവും അപാപത്വവും നിയമങ്ങളാണ്, നിയതങ്ങളാണ് എന്നർത്ഥം. നിർബന്ധമായിട്ടും കാണാൻ അവയ്ക്ക് ഏറ്റക്കുറച്ചിലില്ല. പിന്നെയോ അകാമഹതത്വമാണ് ഏറ്റക്കുറച്ചിലുള്ളത്. ശ്രദ്ധിക്കുക, ആചാര്യസ്വാമികളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. തസ്മാത് ഏതാനി ത്രീണി സാധനാനി ഇത്യവഗമ്യത്തെ തത്ര ശ്രോത്രിയത്വ ഔവൃജിനത്വേ നിയതേ അകാമഹതത്വം തു ഉത്കൃഷ്യത്തെ. ഉയരെ ഉയരെ പോകുമ്പോൾ മനുഷ്യരിൽ നിന്നും ഗന്ധർവൻ, ഗന്ധർവനിൽ നിന്ന് ദേവഗന്ധർവൻ, തുടർന്ന് പിതൃക്കൾ, പിന്നെ ദേവന്മാർ, ഇങ്ങനെ ഇന്ദ്രൻ, ബൃഹസ്പതി എന്നിവരിലേക്ക് പോകുമ്പോൾ അകാമഹതത്വം കൂടിക്കൂടി വരുന്നു. ശ്രോത്രിയത്വവും ഔവൃജിനത്വവും, അതായത് ശ്രോത്രിയം എന്ന് പറഞ്ഞാൽ വേദം മുഴുവൻ അധ്യയനം ചെയ്തിരിക്കണം. ഒപ്പം അപാപത്വം, ഇവ രണ്ടും നിയതങ്ങളാണ്. കാരണം അവയ്ക്ക് ഏറ്റക്കുറച്ചിലില്ല എന്നർത്ഥം. അകാമഹതത്വം എന്ന് പറഞ്ഞത് മേൽക്കുമേൽ ഉത്കർഷത്തെ പ്രാപിക്കുന്നു. അകാമഹതത്വം തു ഉത്കൃഷ്യത്തെ ഇതി പ്രകൃഷ്ട സാധനത അവഗമ്യത്തെ. അതുകൊണ്ടാണ് അതിനെ ഉത്കൃഷ്ടമായ സാധനമായി, ബ്രഹ്മജ്ഞാനത്തിന് ഉത്കൃഷ്ട സാധനമായിട്ട് മനസ്സിലാക്കേണ്ടത്. തസ്യ അകാമഹതത്വ പ്രകർഷസ്യ ഉപലഭ്യമാന ശ്രോത്രിയ പ്രത്യക്ഷോ ബ്രഹ്മണ ആനന്ദഃ യസ്യ പരമാനന്ദസ്യ മാത്ര ഏകദേശ. അപ്പൊ ഈ ബ്രഹ്മാവ് അനുഭവിക്കുന്നതായ ഈ ആനന്ദം പരമാനന്ദത്തിന്റെ ഒരു മാത്രയുടെ ഏകദേശം, ഒരു മാത്രം, ഏതോ ഒരു കണം മാത്രം, ഒരു അംശം, വളരെ വളരെ സൂക്ഷ്മമായ ഒരു അംശം മാത്രം. എന്തുകൊണ്ട്? ഉപനിഷത്ത് പറയുന്നു ഏതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രാം ഉപജീവന്തി എന്ന് ബൃഹദാരണ്യകത്തിൽ പറയുന്നുണ്ട്. ഏതസ്യൈവ ആനന്ദസ്യ, ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നതായ അത്യധികം ഉത്കൃഷ്ടമായ ആനന്ദത്തിന്റെ ഏതോ ഒരു വളരെ സൂക്ഷ്മമായ ഭാഗം സ്വീകരിച്ചുകൊണ്ടാണ് മറ്റു ജീവികളെല്ലാം ഇത്തരത്തിലുള്ള ആനന്ദമൊക്കെ അനുഭവിക്കുന്നത്. ഏകഛത്രാധിപത്യം മുതൽക്ക് ഉള്ളത്. യതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രാം ഉപജീവന്തി. മറ്റു ഭൂതങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ മറ്റു പ്രാണികളെല്ലാം തന്നെ ഈ ആനന്ദത്തിന്റെ ഒരു മാത്രയെ ആശ്രയിച്ചാണ് കഴിയുന്നത്, ഉപജീവിക്കുന്നത് എന്ന്. അപ്പൊ ഈ ആനന്ദം ഏത് എന്ന് പറഞ്ഞാൽ സാർവഭൗമ ആനന്ദം മുതൽ, സാർവഭൗമ എന്നൊരു പദമുണ്ട്. ഭൂമി മുഴുവൻ ഒരാൾക്ക് അധീനമായാൽ അയാളെ പറയുന്നത് സാർവഭൗമ, വേൾഡ് എംപറർ എന്ന് പറയാം. ഭൂമി മുഴുവനും അയാൾക്ക് അധീനമായിട്ടുണ്ടെന്ന്, സാർവഭൗമ എന്ന്. പണ്ടുകാലത്ത് തമാശയ്ക്ക് പറയാറുണ്ട്, ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ നാടുവാഴികൾ, അതായത് ഒരു അരമണിക്കൂർ കൊണ്ട് വേറൊരു അടുത്ത രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് എത്താം നമുക്ക്. അങ്ങനെയുള്ള രാജാക്കന്മാരെ പോലും സാർവഭൗമ എന്നൊക്കെ കവികൾ പ്രശംസിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ തമാശ. അപ്പോ ആ സാർവഭൗമ ആനന്ദം മുതൽ ഹിരണ്യഗർഭ ആനന്ദം വരെ, പ്രജാപതിയുടെ ആനന്ദം വരെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ തുള്ളികൾ മാത്രമാണ്. എങ്ങനെ? സമുദ്രജലത്തിന്റെ ചെറിയ ചെറിയ തുള്ളികൾ പോലെ, ചെറിയ അംശം ആയിരിക്കുന്നത് പോലെ യസ്യ പരമാനന്ദസ്യ മാത്ര ഏകദേശ. അവ ഏത് പരമാനന്ദത്തിന്റെ ഒരു മാത്രയാകുന്നു, ഈ പരമാനന്ദത്തിൽ അവയെല്ലാം ഏകത്വത്തെ പ്രാപിക്കുന്നു. ആ പരമാനന്ദമാണ് സ്വാഭാവികമായത്. സമുദ്രാംഭസൈവ യസ്യ മാത്ര
സമുദ്രാംഭസൈവ വിപ്രുഷഃ പ്രവിഭക്താഃ യത്ര ഏകതാം ഗതാഃ. ആ പരമാനന്ദം സ്വാഭാവികമാകുന്നു. എന്തുകൊണ്ട്? അദ്വൈതാത്, അതില്ലാതെ വേറെ ഒന്നുമില്ലാത്തതുകൊണ്ട്. ആനന്ദ ആനന്ദിനോശ്ച അവിഭാഗോ അത്ര. ഇതിൽ ആനന്ദവും ആനന്ദമുള്ളവനും ഒന്ന് തന്നെയാണ്. ആനന്ദിക്കുന്നവൻ എന്നുള്ള ഒരു വിഭാഗമില്ല, ആനന്ദം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത. മറ്റ് ദർശനങ്ങളിലൊക്കെ ആനന്ദിക്കുന്നവൻ വേറൊരാളാണ്, അയാളുടെ ഗുണമായിട്ടാണ് ആനന്ദത്തെ നിർണയിക്കുന്നത്. ഇവിടെ ഗുണഗുണിനോഹോ അഭേദ തതേതത്തെ മീമാംസാ ഫലം ഉപസംഹ്രീയത്തെ. ഇനി ഈ മീമാംസ, ആനന്ദ മീമാംസ എന്ന് പറയുന്ന ഈ ചർച്ചയെ ഉപസംഹരിക്കുകയാണ്. സ യശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ എന്ന്. സ ഏകഃ, സ യഹ, അങ്ങനെയുള്ള ഈ പുരുഷനുള്ളതും, അതായത് സ യഹ, അങ്ങനെയുള്ള യാതൊന്നാണോ, അയം പുരുഷേ, ഈ പുരുഷനിലുള്ളതും, യഹ അസൗ ആദിത്യേ, ആദിത്യനുള്ളതും, സഹ അത് ഏകഃ ഏകമാകുന്നു എന്ന് പറയുന്നു. ഈ പുരുഷനിലുള്ള ആത്മാവും ആദിത്യനിലുള്ള ആത്മാവും ഒന്ന് തന്നെയാകുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായതാണ് നാം കാണുന്ന ചരാചരത്തിൽ, നമ്മുടെ ദൃഷ്ടിപഥത്തിൽ ഉൾപ്പെടുന്ന വസ്തുക്കളിലെല്ലാം ഏറ്റവും ഉത്കൃഷ്ടമായി കാണപ്പെടുന്നത് ആദിത്യനാണ്. നമ്മുടെ ഈ ഉള്ളിലുള്ള ആത്മാവും ആദിത്യനിലുള്ള സൂര്യനിലുള്ള ആത്മാവും ഒന്ന് തന്നെയാകുന്നു. സ യശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഃ സ ഏവം വിത് എന്ന്. അപ്പോ യഹ ഗുഹായാം നിഹിതഃ, നമ്മുടെ ഈ ഹൃദയഗുഹയിൽ ആകാശത്തിൽ കാണുന്ന ഈ അന്നമയാന്തം, അന്നമയകോശം വരെ പ്രവേശിച്ചവനായ ആ ആത്മതത്വം, സഹ കോസൗ അയം പുരുഷേ യശ്ചാസാവാദിത്യേ സ യഃ പരമാനന്ദഃ ശ്രോത്രിയ പ്രത്യക്ഷോ നിർദ്ദിഷ്ടഃ യസ്യ ഏകദേശം ബ്രഹ്മാദീനി ഭൂതാനി സുഹാർഹാണി ഉപജീവന്തി സ യശ്ചാസാവാദിത്യേ ഇത് നിർദ്ദിശ്യത്തെ. ഏതൊരു പരമാനന്ദമാണോ ശ്രോത്രിയന് പ്രത്യക്ഷം എന്ന് നിർദ്ദേശിക്കപ്പെട്ടത്, ഏതൊന്നിന്റെ ഏകദേശത്തെയാണോ നാം ഇവിടെ ഉപജീവിക്കുന്നത്, ആ പരമാനന്ദത്തെയാണ് യശ്ചാസാവാദിത്യേ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അവ രണ്ടും, അതായത് ഭിന്ന പ്രദേശങ്ങളിലുള്ള ആകാശങ്ങൾ, ഘടാകാശം, ഒരു ഘടം ഇവിടെയുണ്ട്, ആ ഘടത്തിന്റെ ഉള്ളിൽ ആകാശമുണ്ട്. അടുത്ത വീട്ടിൽ ഒരു ഘടമുണ്ട്, അവിടെയും ആകാശമുണ്ട്. പക്ഷെ ഈ ആകാശം തമ്മിൽ ഭേദമില്ല, അവയെല്ലാം അഭിന്നമാണ് എന്ന് പറയുന്നത് പോലെ ഈ ആനന്ദം ഒന്ന് തന്നെയാണ് എന്നൊരു, ഇങ്ങനെ ഈ ഈ മീമാംസ, അതായത് ഈ ആനന്ദമീമാംസ ഇവിടെ സമാപിക്കുന്നു. അത് കഴിഞ്ഞ് ഏതം അന്നമയ സ ഏകഃ സ ഏവം വിത് അസ്മാല്ലോകാത് പ്രേത്യ. അപ്പൊ ഈ ബ്രഹ്മജ്ഞാനി ഈ ലോകത്തിൽ നിന്നും പ്രേത്യ പിന്തിരിഞ്ഞിട്ട്, ശരീരം വിട്ടുകഴിഞ്ഞാൽ, ഉപസംക്രാമതി എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ഏതാ? ഏതം അന്നമയമാത്മാനം ഉപസംക്രാമതി, അന്നമയമായ ആത്മാവിനെ ആദ്യം സമീപിക്കുന്നു, സമീപത്തിൽ എത്തുന്നു, മനസ്സിലാക്കുന്നു. അന്നമയമാത്മാനം ഉപസംക്രാമതി. ഏതം പ്രാണമയമാത്മാനം ഉപസംക്രാമതി, അടുത്തത് പ്രാണമയമായ ആത്മാവിനെ ഉപസംക്രമണം ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കുന്നു. ഏതം മനോമയമാത്മാനം ഉപസംക്രാമതി, അടുത്തത് മനോമയമായ ആത്മാവിനെ, ഇങ്ങനെ ക്രമേണ ഉത്കർഷം പ്രാപിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. മനോമയമായ ആത്മാവിനെ സമീപിക്കുന്നു. ഏതം വിജ്ഞാനമയമാത്മാനം ഉപസംക്രാമതി, വിജ്ഞാനമയമായ ആത്മാവ്. അതും കഴിഞ്ഞാലോ ആനന്ദമയമാത്മാനം ഉപസംക്രാമതി.
തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് 8ാമത്തെ അനുവാദം സമാപിക്കുന്നു. അങ്ങനെ ആദിത്യനിൽ കാണുന്ന ആ ആത്മതത്വവും നമ്മുടെ ശരീരം ഈ ഹൃദയ ഗുഹയിൽ കാണുന്നതായ ആത്മതത്വവും ഒന്നാണ്, അവ അഭിന്നമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. അടുത്തത് തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന്. യതോ വാചോ നിവർത്തന്തേ. അങ്ങനെ ഈ നിർവികൽപകമായ ഈ ആത്മാവിനെ ഇപ്രകാരം ക്രമേണ അറിയുമ്പോൾ അയാൾ ഒന്നിൽ നിന്നും അയാൾ യാതൊന്നിനെയും ഭയപ്പെടുന്നില്ല. യാതൊന്നിൽ നിന്നും അയാൾക്ക് ഭയം ഉണ്ടാകുന്നതല്ല. അഭയം പ്രതിഷ്ഠാംജ വിന്ദതേ എന്ന് നേരത്തെ പറഞ്ഞു. ഈ അർത്ഥം കുറച്ചുകൂടി വിശദീകരിക്കാനായിട്ട് ഉപനിഷത്ത് ഈ ശ്ലോകം പറഞ്ഞു തരുന്നു. ഈ പറഞ്ഞ ഈ ആനന്ദവല്ലി എന്ന് പറയപ്പെടുന്ന ഈ പ്രകരണത്തിന്റെ അർത്ഥം മുഴുവനും മനസ്സിലാക്കി തരുന്നതായ ഒരു മന്ത്രമാണ് ഇനി വരുന്നത്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കുതശ്ചനേതി എന്ന്. യാതൊന്നിൽ നിന്നും ഈ അദ്വയ ആനന്ദരൂപമായ ഏതൊരു ആത്മാവിൽ നിന്നുമാണോ യതഃ വാചഃ വാക്കുകൾ മനസാ സഹ മനസ്സോടുകൂടി അപ്രാപ്യ എത്താതെ നിവർത്തന്തേ നിവർത്തിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാക്കും മനസ്സും ആണ് പ്രപഞ്ചത്തിലെ വസ്തുക്കളെയെല്ലാം നിർദ്ധാരണം ചെയ്ത് മനസ്സിലാക്കി തരുന്നത്. വാക്കുകൊണ്ട് നമുക്ക് പലതരത്തിലുമുള്ള വസ്തുക്കളെ നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ കഴിയും, ഡെഫിനിഷൻസ് നൽകാൻ കഴിയും. ചിലതൊക്കെ മനസ്സുകൊണ്ട് നൽകാനും കഴിയും. പക്ഷേ ഈ ആത്മതത്വത്തെ, ആത്മത്തിന്റെ യാഥാർത്ഥ്യത്തെ, ഈ ബ്രഹ്മ ആനന്ദ അനുഭവത്തെ വ്യക്തമാക്കി തരാൻ, മനസ്സിലാക്കി തരാൻ വാക്കുകൾക്കും എന്തിനാ മനസ്സിനും പോലും കഴിയുന്നത്, സാധിക്കുന്നതല്ല. അപ്രാപ്യ മനസാ സഹ മനസ്സോടുകൂടിയ ഈ വാക്കുകൾ അപ്രാപ്യ പ്രാപിക്കാതെ തോറ്റു മടങ്ങി, നിവർത്തന്തേ നിവർത്തിക്കുന്നു, മടങ്ങുന്നു. അങ്ങനെയുള്ള തം ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ, അങ്ങനെയുള്ള ആ ആനന്ദത്തെ അറിയുന്നവൻ ന ബിഭേതി കുതശ്ചനേതി ഒന്നിൽ നിന്നും യാതൊന്നിൽ നിന്നും ന ബിഭേതി കുതശ്ചന ഒന്നിൽ നിന്നും ന ബിഭേതി ഭയപ്പെടുന്നില്ല. ഏതം ഹ ഭാവന തപതി കിമഹം സാധുനാ കരവം കിമഹം പാപമകരവമിതി. എന്തുകൊണ്ട്? സാധുനാ കരവം, ഞാൻ നല്ലത് ചെയ്തില്ല, കിം ഞാൻ എന്തിനാണ് പാപമകരവം ചെയ്തു എന്നുള്ള പശ്ചാത്താപം ഈ വിദ്വാനെ, ഈ അറിയുന്നവനെ ന തപതി തപിപ്പിക്കുകയില്ല എന്നർത്ഥം. സാധുവായ ഈ ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ ചെയ്തത് പാപമാണോ, കിമഹം സാധുനാകരവം ഞാൻ ചെയ്തത് ശരിയാണോ, കിമഹം പാപമകരവം ഞാൻ പാപമാണോ ചെയ്തത്, അനുഷ്ഠിച്ചത്. സയ ഏവം വിദ്വാൻ ഏതേ ആത്മാനക്തൃണുതേ, ഈ പശ്ചാത്താപം ഈ വിദ്വാനെ ന തപതി, ഇതറിയുന്നവനെ, ബ്രഹ്മാനന്ദം മനസ്സിലാക്കുന്നവനെ ഇത്തരത്തിലുള്ള പാപചിന്തകൾ, പശ്ചാത്താപങ്ങൾ യാതൊന്നും തന്നെ തപിപ്പിക്കുന്നില്ല. സയ ഏവം വിദ്വാൻ ഏതേ ആത്മാനക സ്പൃണുതേ, ഇവയെ അതായത് താപഹേതുക്കളായ സാധു അസാധുക്കളെ, ഈ രണ്ടെണ്ണം, സാധു നല്ല കർമ്മം ചെയ്താലും പാപം ചെയ്താലും ഇവ രണ്ടും തപിപ്പിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട്? സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും, പാപകർമ്മങ്ങൾ ജനിച്ചാൽ പാപയോനികളിൽ ജനിക്കും, ഉറപ്പാണ്. അപ്പോ ഈ
ബ്രഹ്മാനന്ദത്തെ, ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞ് ബ്രഹ്മാനന്ദ അനുഭവത്തിൽ കഴിയുന്ന ആ സാധകന്, ആ വിദ്വാൻ, അയാൾക്ക് ഏതേ ന തപത്തെ, താപഹേതുക്കളായ ഇവ സാധു അസാധു കർമ്മങ്ങൾ ആത്മാനം സ്മൃണുതേ ന. എന്തുകൊണ്ട്? താപഹേതുക്കളായ സാധു അസാധുക്കളെ ആത്മാവായി പ്രണയിപ്പിക്കുന്നു. അയാൾക്ക് എല്ലാം സുഖം മാത്രമാണ്. എന്തെന്നാൽ യഹ ഏവം വേദ ഉഭേശേവേശ ഏതേ ആത്മാനഗ് സ്മൃണുതേ യ ഏവം വേദ, ഇവ രണ്ടിനെയും ആത്മാവായി കാണുന്നു. അങ്ങനെ ചെയ്യുന്നവന് പശ്ചാത്താപവുമില്ല, നല്ലത് ചെയ്തത് കൊണ്ടുള്ള സുഖാനുഭവമില്ല. കാരണം ഇവയെല്ലാം തന്നെ ബ്രഹ്മാനന്ദാനുഭവത്തിൽ ലയിക്കുകയാണ് എന്നർത്ഥം. വാക്കുകൾ മനസ്സിനോടുകൂടി യാതൊന്നിനെ പ്രാപിക്കാതെ മടങ്ങി വരുന്നുവോ, ആ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നവൻ, അറിയുന്നവൻ ഒന്നിൽ നിന്നും യാതൊന്നിനെ ഭയപ്പെടുന്നില്ല. ഞാൻ എന്തുകൊണ്ട് നല്ലത് ചെയ്തില്ല, ഞാൻ എന്തുകൊണ്ട് പാപം ചെയ്തു എന്ന വിചാരം അവനെ ദുഃഖിപ്പിക്കുന്നില്ല. ഇപ്രകാരം അറിയുന്നവൻ ഉഭേ, ഈ രണ്ട് എണ്ണത്തിനെയും, പുണ്യപാപങ്ങളെയെല്ലാം ആത്മാവായി തന്നെ കാണുന്നു. ഇതറിയുന്നവൻ ഇവ രണ്ടിനെയും ആത്മാവായി കാണുന്നു എന്നുള്ളതാണ് രഹസ്യമായ ഈ വിദ്യ എന്ന് പറയുന്നു. യതഃ യസ്മാത് നിർവികൽപ്പാത് യഥോക്തലക്ഷണാത് ആനന്ദ അദ്വയ ആനന്ദാത് ആത്മനഃ വാചഃ അഭിധാനാനി ദ്രവ്യാദി സവികൽപക വസ്തു വിഷയാണി വസ്തു സാമാന്യാൻ നിർവികൽപ്പയെ അദ്വയേ ബ്രഹ്മണി പ്രയോക്തൃഭിഃ പ്രകാശനായ പ്രയുജ്യമാനാനി അപ്രാപ്യ അപ്രകാശേവ നിവർത്തന്തേ. വാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. വാക്കുകൊണ്ട് നാം പ്രപഞ്ചത്തിലെ പലതിനെയും മനസ്സിലാക്കും, മനസ്സുകൊണ്ടും നാം മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങനെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സിലാക്കപ്പെടുന്നവയെല്ലാം സവികൽപ്പങ്ങളാണ്, വിശേഷണങ്ങളോട് കൂടിയവ. ഏതൊരു ഡെഫിനിഷനും എടുത്തു നോക്കൂ, അത് അതിൻ്റെ വിശേഷണം, അതായത് അവയുടെ ക്രിയ അല്ലെങ്കിൽ ഗുണം, അതിനെയാണ് വർണ്ണിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്. ലോകത്തിൽ എനി ഡെഫിനിഷൻ, ടേക്ക് എനി ഡെഫിനിഷൻ, അവയെല്ലാം തന്നെ ദ്രവ്യത്തെയോ ഗുണത്തെയോ ധർമ്മത്തെയോ ആണ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അവ സവികൽപകമാണ്, വികൽപ്പങ്ങളെ മനസ്സിലാക്കി തരുന്നത്. എന്നാൽ ബ്രഹ്മമാകട്ടെ നിർവികൽപകമായ വസ്തുവാണ്, അദ്വയമാണ്. അതുകൊണ്ട് അദ്വയവും നിർവികൽപകവുമായ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ വാക്കുകൾക്ക് സാധ്യമല്ല, മനസ്സിനും സാധ്യമല്ല. ഇത് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്വാൻ പ്രവർത്തിക്കുന്നത്. ഇനി വിദ്വാന് തന്നിൽ നിന്നും വേറെ മറ്റൊന്നുമില്ല, അതുകൊണ്ട് ഭയപ്പെടാൻ യാതൊന്നുമില്ല. അവിദ്യ കൊണ്ട് അല്പമെങ്കിലും ഭേദം കാണുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്. അവിദ്യ കൊണ്ടുണ്ടാകുന്ന ആ ഭയം നിമിത്തം വിദ്വാന് ഈ തിമിരം ബാധിച്ചവനെല്ലാം, മഞ്ഞപ്പിത്തം ബാധിച്ചവനെല്ലാം മഞ്ഞളായിട്ട് തോന്നുന്നത് പോലെ, അല്ലെങ്കിൽ ചിലപ്പോ തിമിരം കൊണ്ട് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ 2 ചന്ദ്രൻ കാണുന്നത്. അങ്ങനെയുള്ള ദ്വിതീയ ജ്ഞാനമുള്ളപ്പോഴാണ്, ആ ഭേദജ്ഞാനമുള്ളപ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. ഭയനിമിത്തസ്യ ന ബിഭേതി കുതശ്ചനേതി എന്നും പറയുന്നു. ഇനി ഏവം യഥോക്താസ്യാം വല്യാം ബ്രഹ്മവിദ്യാ ഉപനിഷത്ത് സർവാപ്യ വിദ്യാഭ്യ പരമരഹസ്യം ദർശിതം ഇത്യർത്ഥഃ. പരം ശ്രേയഃ അസ്യാം നിഷ്ഠ. ഇനി ഇപ്രകാരം ഇതിൽ പറയപ്പെട്ടതായ ഈ ഉപനിഷത്ത് എല്ലാ വിദ്യകളിലും പരമരഹസ്യമായ ബ്രഹ്മവിദ്യ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഇതിലാണ് പരമമായ ശ്രേയസ് അടങ്ങിയിട്ടുള്ളത്. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ
ഓം ശാന്തി ശാന്തി എന്ന ശാന്തി മന്ത്രം. ഇങ്ങനെ കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദവല്ലി എന്ന 2ാമത്തെ അധ്യായം, ഈ 3ാമത്തെ ഭൃഗുവല്ലി എന്ന ഇതിലേക്ക് നാം കടക്കുകയാണ്. അതിന് 3ാമത്തെ അധ്യായത്തിന് ഒരു പ്രാരംഭം ആചാര്യസ്വാമികൾ ഇവിടെ എന്താണ് അവിടെ പറയപ്പെടുന്നതെന്ന് മനസ്സിലാക്കി തരും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ആകാശാദികാര്യം അന്നമയാന്തം സൃഷ്ട്വാ തദേവ അനുപ്രവിഷ്ടം വിശേഷവതി ഇവ ഉപലഭ്യമാനം യസ്മാത് തസ്മാത് സർവകാര്യ വിലക്ഷണം അദൃശ്യാദി ധർമ്മകം ഏകം ഏവ ആനന്ദം തദേവ അഹമിതി വിജാനീയാത്. ഈ കഴിഞ്ഞ ഈ ബ്രഹ്മാനന്ദവല്ലി എന്ന 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ച് ഒരു വരിയിൽ ഒതുക്കുകയാണ് ആചാര്യസ്വാമി. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ആ സ്വരൂപ ലക്ഷണം പറഞ്ഞു. ആകാശാദി കാര്യം അന്നമയാന്തം സൃഷ്ടുവ, ആകാശം മുതൽക്ക് തുടങ്ങി അന്നം വരെയുള്ള ആ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തദേവാനുപ്രവിഷ്ടം, അതിൽ തന്നെ പ്രവേശിച്ചതായ ആ ചൈതന്യം വിശേഷവത് ഇവ ഉപലഭ്യമാനം, ഏതോ ഭേദത്തോട് കൂടി കാണപ്പെടുന്നത് പോലെ, വിശേഷവത് വിശേഷം ഉള്ളതെന്ന പോലെ അനുഭവപ്പെടുന്നതുമാകയാൽ തസ്മാത് സർവകാര്യ വിലക്ഷണം അദൃശ്യാദി ധർമ്മകം ഏകമേവ ആനന്ദം തദേവ അഹമിതി. ആ ഏകമായ അദൃശ്യാദി ധർമ്മകം, അത് അദൃശ്യമായ, അദൃശ്യം അനിലയം അനിരുക്തം മുതലായ ധർമ്മങ്ങളോട് കൂടിയതുമായ ആനന്ദസ്വരൂപനാണ് ഞാൻ. തദേവാഹം ഇതി വിജാനീയാത് എന്നറിയണം. അനുപ്രവേശസ്യ തദർത്ഥത്വാത്, അനുപ്രവേശ ശ്രുതിയുടെ അർത്ഥം അതാണ്. തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. ലോകതലത്തിൽ തന്നെ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം തന്നെ തത്വചിന്തകന്മാർ ഈ അനുപ്രവേശ ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നുണ്ട് അവരവരുടെ മനോഭാവം അനുസരിച്ച്. അപ്പൊ ചിലര് പറയുന്നത് ബ്രഹ്മൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ദ വേൾഡ് എന്നാണ്. ദ ട്രാൻസ്ഫർമേഷൻ ഈസ് റിയൽ എന്ന് പറയും. ബ്രഹ്മം, അതായത് ഗോഡ് ഹാസ് ട്രാൻസ്ഫോംഡ് ഹിംസെൽഫ് ഇൻ ടു ദ വേൾഡ്, അതോടുകൂടി അവർ നിൽക്കുന്നു. വിശിഷ്ടാദ്വൈതികൾ പറയുന്നത് യെറ്റ് ഹി ട്രാൻസെൻഡ്സ് ഇറ്റ്. പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിന്റെ ശരീരം മാത്രമാണ്. തൻ്റെ ശരീരമായ തൻ്റെ ശരീരമായ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനുമാണ് ആത്മാവ്, അല്ലെങ്കിൽ പരപുരുഷൻ, പരമപുരുഷൻ ആയ ബ്രഹ്മം എന്ന് രാമാനുജൻ വിശിഷ്ടാദ്വൈതത്തിൽ പറയുന്നു. ഇങ്ങനെയൊക്കെ തത്വചിന്തകന്മാർ ഭിന്ന ഭിന്ന അഭിപ്രായങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ അനുപ്രവേശ ശ്രുതി വളരെ പ്രാധാന്യം ഏറിയതാണ് എന്ന് മനസ്സിലാക്കണം. അനുപ്രവേശസ്യ തദർത്ഥത്വാത്, താൻ തന്നെ സൃഷ്ടിച്ച് തന്നെ അതിലേക്ക് തൻ്റെ ചൈതന്യത്തെ അതിലേക്ക് കൊടുത്തു എന്നാണ്. ആ ചൈതന്യത്തെ കൊടുത്തു എന്നുള്ളത് വാസ്തവമാണോ മിഥ്യയാണോ? അതാണ് അവിടെയാണ് ചർച്ച. വാസ്തവമാണെങ്കിൽ ഈ ഭേദവും വാസ്തവമാവും. പക്ഷേ അനുപ്രവേശം, ആ സൃഷ്ടി തന്നെ ഇല്ലാത്തതാണെങ്കിൽ അദ്വൈതം മാത്രം. സൃഷ്ടി ഇല്ല എന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത്? വിദ്വാന് മാത്രം മനസ്സിലാകും. അവിദ്വാനാണ് നമ്മളെല്ലാവരും. പ്രപഞ്ചത്തിൽ ഭൂരിഭാഗവും അവിദ്വാൻമാരായതുകൊണ്ട് സൃഷ്ടി പരമവാസ്തവമാണെന്നും സൃഷ്ടിക്കപ്പെട്ട വാസ്തവം നാം ധരിക്കുന്നു. അനുപ്രവേശസ്യ തദർത്ഥത്വാത് തസ്യ ഏവം വിജാനത ശുഭാശുഭേ കർമ്മണി ജന്മാന്തര ആരംഭകേന ഭവതഃ. അപ്പൊ വിദ്വാന് ശുഭാശുഭ കർമ്മങ്ങൾ മറ്റൊരു ജന്മത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. ഇത്യവും ആനന്ദമല്യാം വിവക്ഷിതോ അർത്ഥ. ശുഭാശുഭ പരിത്യാഗിയാണ്. ശുഭവുമില്ല അശുഭവുമില്ല. അങ്ങനെ ശുഭാശുഭ പരിത്യാഗിയായ വിദ്വാന് ശുഭാശുഭങ്ങൾ നിമിത്തമുള്ള ജന്മാന്തരങ്ങളും ഇല്ല.
വേറൊരു ജന്മവുമില്ല. ഇങ്ങനെയുള്ള വസ്തുതകളെയാണ് ബ്രഹ്മവല്യാം വിവക്ഷിതോ അർത്ഥ, ബ്രഹ്മവല്ലിയിൽ വിവക്ഷിച്ചത്. അതഃപരം ബ്രഹ്മവിദ്യാസാധനം തപോ വക്തവ്യം. ഇനി ബ്രഹ്മവിദ്യക്ക് സാധനമായ തപസ്സാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്തതും, അതുപോലെ അന്നാദി വിഷയാണിച്ച ഉപാസനാനി അനുക്താനി, അന്ന ഉപാസന മുതലായവയും, കാരണം അന്നത്തിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്, അന്നമയ കോശത്തിൽ നിന്ന്. അങ്ങനെയുള്ള ഉപാസനകളെ കുറിച്ച് മനസ്സിലാക്കി തരാൻ ഇതുവരെ പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇതമാരഭ്യത്തെ, ഈ അധ്യായം ആരംഭിക്കുന്നു. ഭൃഗുർവൈ വാരുണി, വരുണം ഉപനിഷത് വാക്യം. ഭൃഗുർവൈ വാരുണി വരുണം പിതരമുപസസാര ധീഹി ഭഗവോ ബ്രഹ്മേതി തസ്മാ ഏതത് പ്രോവാച അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചമിതി തം ഹോവാച യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി സ തപോ തപ്യത സ തപസ്തപ്വാ. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ ഉപനിഷത്ത് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ഭൃഗുർ വൈവാരുണി, വരുണപുത്രനായ ഭൃഗു പിതരം വരുണം ഉപസസാര, സമീപിച്ചു, അദ്ദേഹത്തെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എന്താ പറഞ്ഞത്? ഭഗവഃ ബ്രഹ്മ അധീഹി, ബ്രഹ്മത്തെ അധ്യയനം ചെയ്യിച്ചാലും ബ്രഹ്മത്തെ മനസ്സിലാക്കി തന്നാലും ഉപഗമിച്ചു. തസ്മൈ, അവന് ഏതത് പ്രോവാച, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഭൃഗു പറഞ്ഞു കൊടുക്കുകയാണ്. വാരുണി, വരുണൻ ഭൃഗു എന്ന് പറഞ്ഞു കൊടുക്കും. അന്നം പ്രാണം ചക്ഷു ശ്രോത്രം മന വാചം ഇതി. അന്നം പ്രാണൻ ചക്ഷുസ് ശ്രോത്രം മനസ്സ് വാക്ക് എന്ന് പറഞ്ഞു. അവനോട് ഇങ്ങനെയും പറഞ്ഞു. എന്താ? യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ, ഏതിൽ നിന്നാണോ ഈ ഭൂതങ്ങൾ ഉണ്ടാകുന്നത്, അതായത് പഞ്ചഭൂതങ്ങൾ ജനിക്കുന്നത്, ജാതാനി യേന ജീവന്തി, അവ ജനിച്ചു കഴിഞ്ഞാൽ അവ ഏതിനെ കൊണ്ടാണോ ജീവിക്കുന്നത്. ഇനി യത് പ്രയന്തി, അവ ഏതൊന്നിലേക്ക് തിരിച്ചു പോകുന്നു. അഭിസംവിശന്തി, യാതൊന്നായി തീരുകയും ചെയ്യുന്നു. തദ് വിജിജ്ഞാസത്വ, അതിനെ അറിയാൻ ആഗ്രഹിക്കുക എന്ന് അച്ഛനായ വരുണൻ ഉപദേശിച്ചു. തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. അപ്പൊ യാതൊന്നിൽ നിന്നാണോ ഈ ഭൂതങ്ങൾ പുറപ്പെടുന്നത്, ഉൽപ്പന്നമാകുന്നത്, യാതൊന്നിനെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത്, യാതൊന്നിന്റെ ആണോ ലയിക്കുന്നത്, യാതൊന്നായി തീരുന്നുവോ, അതിനെ ബ്രഹ്മമായി മനസ്സിലാക്കുക. തദ് ബ്രഹ്മ ഇതി. എന്നിട്ട് പറഞ്ഞു, പോയി തപസ് ചെയ്യാൻ പറഞ്ഞു. ഇത് മനസ്സിലാക്കാൻ തപസ്, തപഹ തപഹ, ഈ വാക്കുകൾ ആവർത്തിച്ചു വരുന്നു. ഇന്ദ്രിയാണാം മനശ്ചൈവ ഏകത്ര സന്നിവേശ, തപസ് അതാണ്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിനെയും ഏകാഗ്രതയാണ്, ഒരേ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തനം, അതാണ് തപസ്. സ തപസ്തപ്വ, അവൻ ആ ഭൃഗു തപോവതപ്യത, തപസ് ചെയ്തു. തപസ്തപ്വ, തപസ് ചെയ്തിട്ട്. അപ്പോ ഇതൊരു കഥ പോലെയാണ് മനസ്സിലാക്കി തരുന്നത്. വരുണപുത്രനായ ഭൃഗു പിതാവായ വരുണനെ സമീപിച്ച് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ബ്രഹ്മത്തെ പറ്റി ഉപദേശിച്ചു തന്നാലും എന്ന്. വരുണൻ പുത്രനോട് പറഞ്ഞു, അന്നത്തെയും പ്രാണനെയും ചക്ഷുസിനെയും ശ്രോത്രത്തെയും മനസ്സിനെയും വാക്കിനെയും ബ്രഹ്മമായിട്ട് അറിയുക എന്ന്. എന്നിട്ട് അദ്ദേഹം പിന്നെയും പറഞ്ഞു, ഏതൊന്നിൽ നിന്നാണോ ഈ ജീവികളെല്ലാം ജനിക്കുന്നത്, മരിച്ചതിന് ശേഷം ഏതൊന്നു കൊണ്ടാണോ ജീവിക്കുന്നത്, ജനിച്ചതിന് ശേഷം ഏതൊന്നു കൊണ്ടാണോ ജീവിക്കുന്നത്,
മരിച്ചതിന് ശേഷം ഏതിൽ പ്രവേശിച്ചാണോ ഒന്നായി തീരുന്നത് അത് ബ്രഹ്മമാണെന്ന് അറിയാൻ ശ്രമിക്കുക. ഭൃഗു തപസ്സനുഷ്ഠിച്ചു. ആഖ്യായിക വിദ്യാസ്തുതയെ, ഈ വിദ്യയുടെ ഒരു സ്തുതിയായിട്ടാണ് ഈ കഥ ഇവിടെ എടുത്തു പറയുന്നത്. പിതാവ് പുത്രൻ പറഞ്ഞു കൊടുത്തതായി, പിതാവ് പുത്രന് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ഒരു കഥ. വരുണപുത്രനായ ഭൃഗു എന്ന് പ്രസിദ്ധപ്പെട്ട മഹർഷി പിതാവായ വരുണനെ സമീപിച്ച് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരണം എന്ന അഭ്യർത്ഥന സമർപ്പിക്കുന്നതാണ്. പ്രിയായ പുത്രായ പിത്രോക്തേതി ഭൃഗുർവൈ വാരുണി വൈ ശബ്ദ പ്രസിദ്ധാനുസ്മാരക. ഭൃഗുരിത്യേവം നാമാ പ്രസിദ്ധോ അനുസ്മാര്യത്തെ വാരുണി. വരുണസ്യ അപത്യം വാരുണി. വരുണം പിതരം ബ്രഹ്മ വിജിജ്ഞാസു ഉപസസാര ഉപഗതവാൻ. അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. യസ്മാദ്വാ ഇമാനി ഭൂതാനി ജായന്തേ എന്ന് വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗം. നമുക്ക് നാളെ ഈ സമയത്ത് 6 മണിക്ക് ഈ ക്ലാസ് നമുക്ക് തുടരാം. ഇന്നത്തേക്ക് ഈ സത്സംഗം സമാപിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.